പള്ളിപ്പുറം സർവീസ് സഹകരണ ബാങ്കിന്റെ 1 വർഷം നീണ്ടുനിൽക്കുന്ന ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനവും കവിയരങ്ങും നടത്തി. ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സാംസ്കാരിക സമ്മേളനം സിപി പള്ളിപ്പുറം ഉദ്ഘാടനം ചെയ്തു. MK ദേവരാജൻ അധ്യക്ഷത വഹിച്ചു. കവയത്രി രവിത ഹരിദാസ്, പൂയപ്പള്ളി തങ്കപ്പൻ, ജോസഫ് പനക്കൽ, KR ഗോപി, ബാങ്ക് സെക്രട്ടറി KB ലിസി എന്നിവർ പ്രസംഗിച്ചു. കവിയരങ്ങിൽ കുസുംഷലാൽ, വിവേകാനന്ദൻ മുനമ്പം, K ബാബു മുനമ്പം, പറവൂർ ബാബു, ദേവദാസ് ചേന്നമംഗലം, മുരുകേശൻ, MC അമ്മിണി, നീണ്ടൂർ വിജയൻ, ഹൗവ ടീച്ചർ, ഗീത മേലടത്ത്, ഷീജ പള്ളത്ത്, ഡോക്ടർ രേഖ ദേവദാസ്, KS സലി എന്നീ കവികൾ പങ്കെടുത്തു. ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KV എബ്രഹാം, വൈസ് പ്രസിഡന്റ് MS ഡെനീഷ് എന്നിവർ നേതൃത്വം നൽകി. അജ്ഞവഞ്ചന ചെയ്തിടും മതങ്ങളെ തുരത്തുന്ന സയൻസിനു തൊഴുന്നു ഞാൻ. സ്വബുദ്ധി വൈഭവത്തെ താൻ ഉണർത്തിയ നരജാതിയെ സ്വതന്ത്രയാക്കുന്ന സയൻസിനു തൊഴുന്നു ഞാൻ. എത്ര തന്നെ അറിഞ്ഞാലും അനന്തം അറിവാകയാൽ എന്നുമാരായുവാൻ ചൊല്ലും സയൻസിനു തൊഴുന്നു ഞാൻ. സയൻസാൽ ദീപ്തമീ ലോകം, സയൻസാൽ അഭിവൃദ്ധികൾ, സയൻസിന്റെ തമസെല്ലാം സയൻസിനു തൊഴുന്നു ഞാൻ. കാടിനുടയവനെ, കാടും നാടും വീടായി കാക്കും കരുണാമയനെ, കാട്ടാളൻ നീ കാട്ടാളൻ. ഇന്നലെയാരോ ഓലയിലെഴുതിയ ഇല്ലാ കഥയിലെ നെറുവില്ലൻ. ഇന്നലെയാരോ ഓലയിലെഴുതിയ ഇല്ലാ കഥയിലെ നെറുവില്ലൻ. കാടിനു നാടിനു കാവൽ നീയേ, കണ്ണും കാതും പൂട്ടാതെ. കാടിനു നാടിനു കാവൽ നീയേ, കണ്ണും കാതും പൂട്ടാതെ. കിടക്കുന്നവരെ കണ്ടറിയും കാന്താരത്തിൻ കൂരി ഉളിങ്കത പാടാനില്ല നാവുകളെങ്ങും. ഓരോ മരവും വെട്ടിയൊതുക്കി, ഓരോ കുന്നും തട്ടി നിരത്തി, കുടിനീരൂറ്റി കുപ്പിയിലാക്കി കടലു കടക്കുന്ന വരാണിവിടെ നാട്ടാളർ. നമ്മളേവരും വളരെയൊന്നും ശ്രദ്ധിക്കാതെ പോയ രാമായണത്തിലെ കഥാപാത്രം സീതയുടെ അനിയത്തി ഊർമിളയെ പറ്റിയാണ് ഒരു കവിത എഴുതിയത്. ഊർമിള. ജാനകിയല്ലിവൾ ജനകപുത്രി, മൈഥിലിയല്ലിവൾ മിഥിലാകുമാരി. വിരഹത്തിനാഴത്തിലുണരുമ്പോഴും വൈദേഹിയല്ലിവൾ സൗമിത്രപത്നി. ജാനകിയല്ലിവൾ ജനകപുത്രി, മൈഥിലിയല്ലിവൾ മിഥിലാകുമാരി. വിരഹത്തിനാഴത്തിലുണരുമ്പോഴും വൈദേഹിയല്ലിവൾ സൗമിത്രപത്നി. പതിതൻ നിയോഗത്തിൻ കർമ്മഫലമതേറ്റുവാൻ കാന്തന്റെ ഹൃത്തിലെ ഓർമ്മയും മായ്ച്ചവൾ. എത്ര നീ കാതയായിരുന്നിരിക്കാം, എത്ര വിരഹമതു പെയ്തിരിക്കാം, ഉദാത്ത സ്നേഹമതു നേദിച്ചിരിക്കാം, പ്രാർത്ഥനകളെത്ര പിന്തുടർന്നിരിക്കാം. കാന്തന്റെ ക്ഷീണത്തെ ആവാഹനം ചെയ്ത് സീമന്തരേഖയിൽ പാതിവൃത്യത്തിൻ തിലകമണിഞ്ഞവൾ. മനം കൊണ്ടു കാന്തന്റെ കൂടെ ചരിച്ചവൾ.
കവിതയുടെ പേര് വാക്കും കടലും. നമ്മുടെ രാജ്യം അതിസങ്കീർണമായ ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ചരിത്രവും ശാസ്ത്രവും കലർത്തിയാണ് നമ്മൾ അറിയുന്നത്. അതുകൊണ്ട് നമ്മുടെ അനാചാരവും അന്ധവിശ്വാസവും ഒതുങ്ങുവാണ് ഒരു കാലമാണ്. ഈ കാലഘട്ടത്തിലൊക്കെ വാക്കുകൾ തോക്കായി ഗർഭിച്ച് വരുന്ന കവികളെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ആ വലിയ കവികളുടെ മൗനം നമ്മളെ ദുഃഖിപ്പിക്കുന്നു. കവിത വാക്കും കവി. വാക്കുകൾ തേടിപ്പോയോരാഗ്രയാം കിളിപ്പെണ്ണെ വാക്കുകൾ തേടിപ്പോയോരാഗ്രയാം കിളിപ്പെണ്ണെ മൗനത്തിൻ്റെ ദന്തഗോപുരങ്ങളിൽ തിരുവായി നെഞ്ചേറ്റിയ തുള്ളികൾ ഭേദിച്ചു. മൂകനായി മൗനത്തിൻ്റെ ദന്തഗോപുരങ്ങളിൽ തിരുവായി നെഞ്ചേറ്റിയ തുള്ളികൾ ഭേദിച്ചു. ഓർത്തുവയ്ക്കുവാൻ പ്രശീലുകൾ വാക്കിൻ സർഗ വസന്താരാമത്തിലെ ഊഷ്മളപദാവലി മുഖയാമാറിൽ തണുപ്പച്ചനാകർഷം പോലെ കൽപ്പനാചിത്രം കൃത്യം ഓർത്തുവയ്ക്കുവാനത്ര ചെയ്യുകൾ വാക്കിൻ സർഗ വസന്താരാമത്തിലെ ഊഷ്മളപദാവലി മുഖയാമാറിൽ തണുപ്പച്ചനാകർഷം പോലെ കൽപ്പനാചിത്രം കൃത്യം അരളി കൊടുവിഷമാണെന്ന്. പക്ഷേ ഈ അരളിയുടെ പൂക്കളിൽ നിന്ന് എടുക്കുന്ന അരളിയുടെ ഓരോ ഭാഗത്തു നിന്നും എടുക്കുന്ന ആ വിഷത്തെ തന്നെ പല പ്രയോഗങ്ങളിലൂടെ മാറ്റി ഔഷധമായിട്ട് എടുക്കാറുണ്ട്. ഹോമിയോയിലുള്ള ഞാൻ ഹോമിയോ ഡോക്ടറാണ്. ഹോമിയോയിലുള്ള ഹാർട്ടിൻ്റെ മരുന്നുകൾ ഒരുപാട് ഉണ്ട്. അതിനകത്ത് 3-4 മെയിനായിട്ട് എടുക്കുന്നത് അരളിയിൽ നിന്നാണ്. അതുകൂടെ അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ്. അരളിയിൽ പറയാനുണ്ട്, മൗലിയാണിന്നു ഞാൻ ഉള്ളം വിതുമ്പുന്നു മൊഴിഞ്ഞിടട്ടെ എൻ്റെ നോക്കിനാക്കളും അറിയില്ലെനിക്കെന്നിന്നവരെൻ്റെ കുലമാകെ ചുട്ടു കഴിച്ചതെന്നും അരുമയായിരുന്നു ഞാനേറ്റം അവർക്കെല്ലാം പെരുമയും പേരും എനിക്കേകിയാവോളം എൻ്റെ മൃദുമേനി അഴകിൽ ഭ്രമിച്ചവർ ആരാധരാജ്ഞി പോൽ വാഴിച്ചെന്നെ. പക്ഷേ ഈ കവിയരങ്ങിൽ പദ്യഗൗരവം അവതരിപ്പിക്കണം എന്നാണ് വിവേകാനന്ദൻ്റെ സുഹൃത്തായ വിവേകാനന്ദൻ പറഞ്ഞത്. സിറ്റി സാറിനെ പോലുള്ള മഹത് വ്യക്തികൾ അങ്ങനെ ഒരു നിർദ്ദേശം ഉന്നയിച്ചതിൻ്റെ പേരിൽ അങ്ങനെ ഒരു കവിത അവതരിപ്പിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ഗദ്യമായാലും പദ്യമായാലും എനിക്കെൻ്റെ ഭാഷയിൽ നിന്നാണ് ആ ജ്ഞാനം എനിക്ക് കിട്ടിയത്. അതെനിക്ക് അമ്മ തുല്യമാണ് ആ ഭാഷ. ആ ഭാഷയെക്കുറിച്ചുള്ളൊരു ചെറിയ കവിതയാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. മധുരം മലയാളം. മധുരം മലയാളം. അമ്മ തന്നമ്മിഞ്ഞ പാലമൃതായും എന്നിൽ നിറയുന്നൊരെൻ്റെ ഭാഷ. അമ്മ തന്നമ്മിഞ്ഞ പാലമൃതായും എന്നിൽ
നിറയുന്നതെന്റെ ആശ്വാസം. നീലനിലാവ ശിരസിൽ തലോടും വാത്സല്യ സ്പർശനം എന്റെ ഭാഷ. കൂട്ടിലടയ്ക്കുവാൻ നോക്കിടാതെ ശ്രേഷ്ഠമീ സൗഹൃദ ഭാഷയെ കേവലം കൂട്ടിലടയ്ക്കുവാൻ നോക്കിടാതെ അണിചേർന്നു നിൽക്കാം ഈ മണ്ണിലമ്മതൻ മാനത്തെ കാക്കാം പ്രതിജ്ഞയോടെ. അണിചേർന്നു നിൽക്കാം ഈ മണ്ണിലമ്മതൻ മാനത്തെ കാക്കാം പ്രതിജ്ഞയോടെ. കരിമഴ പോലെ നീർമേഘങ്ങൾ കനച്ചു നിന്നപ്പോൾ കരിമിഴിയാവട്ടെ കരളുപിടക്കും പടപട ദുനിയാ. കരിമഴ പോലെ നീർമേഘങ്ങൾ കനച്ചു നിന്നപ്പോൾ കരിമിഴിയാവട്ടെ കരളുപിടക്കും പടപട ദുനിയാ. കൂട്ടിനുരാവിൻ ഇരുളിൽ പെയ്യും കരിയിട്ടിത്തടി പെരുമാറിക്കാനിയാവില്ലെന്നോ കരിമുള്ളുകൾ തുളയിട്ടു കരുത്തിൻ ചുമരും ഇടിയും. നേരമില്ലെന്നാർക്കും നേരമില്ല, നേർക്കുനേർ നോക്കുവാൻ നേരമില്ല. നേരെ ഇരുന്നിട്ടു നേരിന്റെ പാതയിൽ നേരെ നടക്കുവാൻ നേരമില്ല. പിന്നെ സെൽഫോണിലാണിന്നു ജീവിതങ്ങൾ. പോയൊരു കാലത്തെ ഓർമ്മയിൽ നിന്നും വേറിട്ട കാലം വിരുന്നു വന്നു. ഉണരുന്ന നേരത്തു നെഞ്ചോട് ചേർക്കും ഉറക്കത്തിലും കൈവിടാത്തതെന്തേ. ഒന്നതിൽ ഈ ലോകമെമ്പി തെളിയുന്നു, മറ്റതിൽ പോയി മുഖവേഷം തെളിയുന്നു. പിന്നെ സെൽഫോണിലാണിന്നു ജീവിതങ്ങൾ. അമ്മതൻ സാമീപ്യം അറിയാറുമില്ല, അച്ഛന്റെ സാന്നിധ്യം അറിയാറുമില്ല. സോദരി സോദരർ മിണ്ടാട്ടമില്ല, ചാരെ വസിക്കുന്നോർ അറിയാറുമില്ല. മരണമാ വീട്ടിലും കല്യാണ വീട്ടിലും ആളുകൾ തിങ്ങി നിറയുന്ന നേരത്തും മിണ്ടാട്ടമില്ല, വിതുമ്പലില്ല. പിന്നെ സെൽഫോണിലാണിന്നു ജീവിതങ്ങൾ. കൺമുൻപിൽ അപകടം ഒന്നു നടന്നാൽ രക്ഷകരെത്തുവാനെന്നാരുമില്ല. ചോരയതുവാർന്നൊരു ജീവന്റെ കൂടെ സെൽഫി എടുക്കാൻ തിടുക്കമേറെ. പിന്നെ സെൽഫോണിലാണിന്നു ജീവിതങ്ങൾ. കുഞ്ഞിളം കൈതൽ കരയുന്ന നേരത്തു താരാട്ട് പാടുവാൻ നേരമില്ല. പൂമുഖവാതിലിൽ സ്നേഹം വിടത്തുവാൻ പുണ്യങ്ങളാകുന്ന ഭാര്യയില്ല. കണ്ടാലറിയില്ല, മിണ്ടാനറിയില്ല, നേരെ നടക്കുവാൻ നേരമില്ല. എന്തിനു ഏറെ പറയുന്നു നിത്യവും സെൽഫോണിലാണിന്നു ജീവിതങ്ങൾ. നന്ദി. നയിക്കുന്ന ബന്ധനത്തയാം നാടുമാവാം നാവുറങ്ങാത്ത രാത്രിപ്പാട്ടിലെ പാതി പറഞ്ഞോരു മൗനമായി തേങ്ങലായി അലയുന്ന ചിന്തതൻ ഭാരമുണ്ട്. നാവുറങ്ങാത്ത രാത്രിപ്പാട്ടിലെ പാതി പറഞ്ഞോരു മൗനമായി തേങ്ങലായി അലയുന്ന ചിന്തതൻ ഭാരമുണ്ട്. കവിതയുടെ പേര് കറുപ്പും വെളുപ്പും. സത്യമറിയാതെയാടുന്ന നർത്തകി, സത്യം തൊട്ടൊരു പേരുകാരി. കണ്ണൻ കാർമുകിൽ വർണ്ണൻ കറുത്തത്, നല്ലൊരച്ഛൻ നല്ലച്ഛൻ കറുത്തത്. സത്യമറിയാതെയാടുന്ന നർത്തകി, സത്യം തൊട്ടൊരു പേരുകാരി. കണ്ണൻ കാർമുകിൽ വർണ്ണൻ കറുത്തത്, നല്ലൊരച്ഛൻ നല്ലച്ഛൻ കറുത്തത്. പോയ കാലത്തിൽ മനസ്സിന്റെ തിണ്ണയിൽ മെഴുകിയ ചാണകം കണ്ടെടുത്തു. നീല സ്വപ്നത്തിന്റെ താഴ്വരയിൽ കറുപ്പും വെളുപ്പുമായി വന്നു. പോയ
മനസ്സിന്റെ തിണ്ണയിൽ മെഴുകിയ ചാണകം കണ്ടെടുത്തു. നീല സ്വപ്നത്തിന്റെ താഴ്വരയിൽ കറുപ്പും വെളുപ്പുമായി വന്നു. കൂടെയുണ്ടായിരുന്ന പോലെ ചത്താറായ നോവിൽ അവൾ എൻ്റെ തുടയിലേക്ക് കൂടുതൽ കൂടുതൽ ചേർന്നിരുന്നു. നീരിലേക്ക് വരാഴ്ത്തുന്ന നീലത്താമര തണ്ടുകളായി വിരലുകൾ കെട്ടുപിണഞ്ഞ് വെളിച്ചത്തിലേക്ക് തലനീട്ടി. മരണം പോലൊരു നിശ്ചലത ഞങ്ങളെ വിട്ടു മുന്നിലെ ഇരിപ്പിടത്തിൽ ഞങ്ങൾക്കൊപ്പം യാത്ര ചെയ്തു. അടിവാരമാകുന്നു മലഞ്ചെരിവുകളിലെ വള്ളിപ്പടർപ്പിൽ തണുപ്പിൽ കമ്പളം ആറാട്ടിനിറങ്ങുന്നു ഞങ്ങളും. വേദനയോടൊരു പകൽ പെട്ടെന്നിരുട്ടായി, വേദനയോടൊരു പകൽ പെട്ടെന്നിരുട്ടായി. ഉമ്മ വെച്ച് തീരാത്തതിനാൽ സ്റ്റെപ്പിനിയില്ലാത്ത രാത്രിയുടെ മുൻചക്രം കാറ്റഴിയേണ്ടത് അനിവാര്യമാണ്. ഉമ്മ വെച്ച് തീരാത്തതിനാൽ സ്റ്റെപ്പിനിയില്ലാത്ത രാത്രിയുടെ മുൻചക്രം കാറ്റഴിയേണ്ടത് അനിവാര്യമാണ്. കൃത്യം കടൽക്കരയത് അറം പറ്റുന്നു. സഹയാത്രികരെല്ലാം അന്ധരായി, സഹയാത്രികരെല്ലാം അന്ധരായി. ഞങ്ങൾ മാത്രം. പേരിൽ പങ്കെടുക്കുന്നത് വലിയ സന്തോഷം. പങ്കെടുക്കുന്നവർക്കെല്ലാം അതിൻ്റെ രീതിയിലുള്ള ഒരു വേദന കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കവിയരങ്ങ് എന്തുകൊണ്ടും മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്നതാണ്. ഞാൻ നേരെ കവിതയിലേക്ക്. കവിതയെക്കുറിച്ച് അവകാശവാദങ്ങളൊന്നുമില്ല, നിങ്ങൾ കേൾക്കുക. കവിതയുടെ പേര് സഫലമീ യാത്ര. നടന്നേറെ തളർന്നീലെ നമുക്കൽപ്പമിരിക്കാമീ മരച്ചോട്ടിൽ സഖി, പിന്നെ പ്രണയത്തിൻ കുയിൽ പാടും പാട്ടുകൾ കേൾക്കാം. നടന്നേറെ തളർന്നില്ലേ നമുക്കൽപ്പമിരിക്കാമീ മരച്ചോട്ടിൽ സഖി, പിന്നെ പ്രണയത്തിൻ കുയിൽ പാടും പാട്ടുകൾ കേൾക്കാം. ഒരു നാളും നിലയ്ക്കാത്ത കടലിൻ്റെ തിര പോലെ മനസ്സിൻ്റെ ചില്ലയിൽ നിന്നടർത്താമേ മഴവില്ല്. ഒരു നാളും നിലയ്ക്കാത്ത കടലിൻ്റെ തിര പോലെ മനസ്സിൻ്റെ ചില്ലയിൽ നിന്നടർത്താമേ മഴവില്ല്. ആഘോഷിക്കുകയാണ്. എൻ്റെ ഉദ്ഘാടനം വിപുലമായ പരിപാടിയോടെ നടത്തു കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം തെരഞ്ഞെടുപ്പായതുകൊണ്ട് കുറച്ച് ഇടവേള അതിനുവേണ്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോ മാസവും ഓരോ പരിപാടികൾ നടത്താനാണ് അദ്ദേഹം ആലോചന നടത്തിയിട്ടുള്ളത്. ആ രീതിയിൽ ഇതിൻ്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന 100ാം വാർഷിക ആഘോഷ പരിപാടികൾ ഇവിടെ നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സാംസ്കാരിക സമ്മേളനമാണ് ഇന്നിവിടെ നടക്കുക. ഈ സാംസ്കാരിക സമ്മേളനം ബാങ്കിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സമന്വയ സാംസ്കാരിക സദസ്സിൻ്റെ നേതൃത്വത്തിലൂടെയാണ് നടക്കുന്നത്. ഈ സമന്വയ സാംസ്കാരിക സദസ്സ് ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ബാങ്കുകളെ സമയത്തോളം വേറിട്ട ഒരു അല്ലെങ്കിൽ മുൻഗാമിയില്ലാത്ത ഒരു സംരംഭം എന്നുള്ള നിലയിലാണ് ഇതിൻ്റെ ഉദ്ഘാടകനായ ശ്രീ സുമാർ അഴീക്കോട് ഇതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അത്തരത്തിൽ പ്രവർത്തിക്കുന്ന സമന്വയ സാംസ്കാരിക സദസ്സ് 2 മാസം കൂടുമ്പോൾ ഒരു പരിപാടി എന്നുള്ള നിലയിൽ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സംസ്കാരം, ആരോഗ്യം, കൃഷി എന്നീ വിഷയങ്ങളിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഊന്നിയെന്നുള്ള പ്രവർത്തനം നടത്തുന്നത് എന്ന് നമുക്കറിയാം. എങ്കിലും പുതുതായി വന്നിട്ടുള്ളവർക്ക് വേണ്ടി അതൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ആ നിലയിൽ പ്രവർത്തിക്കുന്ന ഈ സമന്വയ സാംസ്കാരിക സദസ്സിൻ്റെ കൂടി ആഭിമുഖ്യത്തിലാണ് NDP സാംസ്കാരിക സമ്മേളനം നടക്കുന്നത്. ഈ സാംസ്കാരിക സമ്മേളനത്തിൽ സംബന്ധിക്കാൻ വരാം എന്ന് അറിയിച്ചിട്ടുള്ള ശ്രീ ആലങ്കോട് ശ്രീ ലീലാകൃഷ്ണനെ അടിയന്തരമായി വിദേശത്തേക്ക് പോകേണ്ടി വന്നതുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ എത്താതിരിക്കുന്നത്. ആ കുറവ് കൂടി നമ്മുടെ കവിയത്രി ശ്രീമതി ലീല അൽദാസ് ഇവിടെ നിൽക്കുന്നതാണ് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത് ഏൽപ്പുള്ള ആളെ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പ്രാന്തനയിൽ നമ്മുടെ ഈ പരിപാടികൾ ഗംഭീരമാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും എല്ലാവരുടെ ഭാഗത്തും ഉണ്ടാവണം എന്നുള്ള അഭ്യർത്ഥന നമ്മെ വെച്ചുകൊണ്ട് മറ്റൊന്നും ഇതിനെ സംബന്ധിച്ച് സംസാരിക്കാതെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷം വഹിക്കുന്ന ശ്രീ MK ലീലാകൃഷ്ണനെ പരിചയപ്പെടുത്തേണ്ടതില്ല.
സാമൂഹ്യ സാംസ്കാരിക രംഗത്തിൻ്റെ മുൻനിര പ്രവർത്തകരാണ്. ഈ സമന്വയ സാംസ്കാരിക സംഘത്തിൻ്റെ ഉപ അധ്യക്ഷനാണ് ശ്രീ MK ദേവമാഷ്. ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ഒട്ടേറെ പുരസ്കാരങ്ങൾ നൽകുന്നുണ്ട്. എഴുതി കഴിഞ്ഞവർക്കും എഴുതാനുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രവർത്തന പദത്തിലേക്ക് വരുന്നവർക്ക് വേണ്ടി ഒട്ടേറെ ശില്പശാലകളും മറ്റ് ക്യാമ്പുകളെല്ലാം നടത്താറുണ്ട്. ഗോപേശ്വര പദ്ധതി മാസത്തിൽ 2 പ്രാവശ്യം സമന്വയ പരിപാടി നടത്തുന്നുണ്ട്. അതെല്ലാം തന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായതുകൊണ്ട് അതിനെക്കുറിച്ച് ഏറെ പറയുന്നില്ല. ഞാൻ ഈ പരിപാടിയുടെ ഉദ്ഘാടനത്തിനായിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് ശ്രീ സിപ്പി സാറിനെയാണ്. അത് നമുക്കെല്ലാം അറിയാം. വളരെ പെട്ടെന്നാണ് നമ്മൾ മുഖ്യാതിഥികൾ എല്ലാം അറിയിച്ചത്. പക്ഷെ ഇപ്പോൾ ഒരു വിദേശയാത്രയിലാണ്, അതുകൊണ്ടാണ് വരാതിരിക്കുന്നത്. അദ്ദേഹത്തിന് വേണ്ടിയാണ് തിങ്കളാഴ്ച നമ്മൾ കണക്കാക്കി വെച്ചത്. അല്ലെങ്കിൽ ഇന്നൊരു പരിപാടി വെച്ചതെന്നൊക്കെ പറഞ്ഞാണ്ടിരിക്കാറുണ്ടായിരിക്കും. അപ്പോൾ തിങ്കളാഴ്ച വെക്കാൻ കാരണം ലീലാജ് സാറിന്റെ ഒഴിവ് നോക്കി മാത്രമായിരുന്നു. അത് നമുക്ക് ഏതായാലും തോന്നുന്നത് നഷ്ടപ്പെട്ടു. അത് നമുക്ക് പിന്നീട് പരിഹരിക്കാവുന്നതാണ്. വലിയൊരു സമ്മേളനമാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. ഞങ്ങളൊക്കെ കൂടി തന്നെയാണ് തീരുമാനിച്ചത്. അപ്പോൾ അതിൽ ഒരു സമന്വിതനായ ഒരാളെ ഇപ്പോൾ തലയെടുപ്പോടുകൂടി നിൽക്കുന്ന കേരളത്തിലെ ഒരു സാഹിത്യകാരനെ പ്രധാന അതിഥിയായിട്ട് പങ്കെടുപ്പിക്കണമെന്നത് ഞങ്ങളുടെ എല്ലാം മനസ്സിലുള്ള ഒരു ആഗ്രഹമായിരുന്നു. അതനുസരിച്ചാണ് വളരെ ചിന്തിച്ച് പലരുടെയും പേരുകൾ ഇങ്ങനെ മനസ്സിലൂടെ കടന്നുപോയി ചർച്ച ചെയ്ത് ഒടുവിൽ ആലങ്കോട് ലീലാകൃഷ്ണൻ, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് എല്ലാവർക്കും അറിയാവുന്ന എവിടെയും ശ്രദ്ധേയമായ രീതിയിൽ സംസാരിക്കുന്ന യുവകലാസാഹിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ ആലങ്കോട് ലീലാകൃഷ്ണനെ നമ്മൾ വിളിക്കാമെന്ന് തീരുമാനിച്ചു. തങ്കപ്പ മാസ്റ്റർ വിളിച്ചു. അദ്ദേഹം കൃത്യമായിട്ട് വരാമെന്ന് ഞങ്ങളുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് വരാമെന്ന് പറഞ്ഞത്. പക്ഷേ നമ്മൾ നിർഭാഗ്യമെന്ന് പറയട്ടെ, അദ്ദേഹത്തിന് ആകസ്മികമായി ഈ ഫ്ലൈറ്റുകളുടെ എല്ലാം സമരം നടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഫ്ലൈറ്റ് കിട്ടാതെ വരും, അവിടെ സമയത്തിന് എത്താൻ കഴിയാതെ വരും എന്നുള്ളതുകൊണ്ട് ഒരു ദിവസം മുമ്പേ പോകേണ്ടതായി വന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്, അതായത് ഒരു മര്യാദക്കാരൻ തന്നെ ആളാണ്, പക്ഷെ ഇങ്ങനെ വന്നുപോയതാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ സമ്മേളനത്തിന് മാറ്റം കുറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ കുറഞ്ഞിട്ടുണ്ടെന്ന് നമ്മൾ സമ്മതിച്ചു കൊടുക്കില്ല. ദേവദാസിനെ പോലുള്ള ആളുകൾ, പിന്നെ ഇവിടെ മുൻനിര ആളുകൾ തന്നെയാണ് ഇരിക്കുന്നത്. ഒരാളും മോശക്കാരായ ആളുകളൊന്നുമില്ല. നമ്മുടെ ഈ പ്രദേശത്തുള്ള വൈപ്പിൻ പറവൂർ മേഖലയിലും എറണാകുളം ജില്ലയിലും കേരളത്തിലും ഒക്കെ സമന്വിതരായി നിൽക്കുന്ന ആളുകൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ എല്ലാ സ്ഥിരം നാടകവേദിക്കാരായതിന്റെ ഒരു കുഴപ്പം ഞങ്ങളുടെ എല്ലാം മനസ്സിലുണ്ട്. ഇവിടെ തന്നെ പല വേഷവും കെട്ടി വരുന്ന ആളുകളാണല്ലോ. ഏതായാലും നമ്മുടെ ബാങ്കിന്റെ ശതാബ്ദിയോടനുബന്ധിച്ച് ഇങ്ങനൊരു സുപ്രധാന പരിപാടി സംഘടിപ്പിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ